കളമശ്ശേരി ഇടയാറിൽ അഗ്നിബാധയ്ക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ബീഹാർ സ്വദേശി ശത്രുഘ്നാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കമ്പനി ഉടമകൾ കുടുംബത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം. ഇന്നലെയാണ് എറണാകുളം എടയാറിൽ വെച്ച് CJ ലൂബ്രിക്കൻസ് കമ്പനിയിൽ തീപിടുത്തമുണ്ടാകുന്നതും അവിടെ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന ശത്രുഘ്ൻ മുഖ്യ എന്ന് പറയുന്ന അതിഥി തൊഴിലാളി, ഏകദേശം 48 വർഷമായി അദ്ദേഹം ഇവിടെ കേരളത്തിലുണ്ട്. ഏകദേശം നമ്മളുടെ കൂടെ തന്നെ, അതായത് വോട്ടർ ഐഡിയും മറ്റു കാര്യങ്ങളുമുള്ള ഒരു മലയാളിയെ പോലെ തന്നെ ജീവിച്ചിരുന്ന ശത്രുഘ്ൻ മുഖ്യ ഇന്നലെയാണ് തീപിടുത്തത്തിൽ മരണമടയുന്നത്. അതിനുശേഷം കുടുംബം ഇന്നലെ കമ്പനിയെ സമീപിച്ചിരുന്നു. കമ്പനി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാമെന്ന് ഇന്ന് കളക്ടറിന്റെ അധീനതയിൽ തീരുമാനമായതാണ്. എന്നാൽ ഒരു നിർദ്ധയമായ ഒരു കുടുംബത്തിന് ആ ഒരു നഷ്ടപരിഹാരം കൊണ്ട് ഒന്നുമാകില്ല. മാത്രമല്ല, ഈ ശത്രുഘ്ൻ മുഖ്യയുടെ 3 മക്കളുണ്ട്. ഈ 3 മക്കളുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനും കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എടയാറിൽ, ഇപ്പോൾ നമുക്ക് ചുറ്റും കാണാം, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും പ്രദേശവാസികളും അതിഥി തൊഴിലാളികളും അടക്കുന്നവർ നീതിക്കായി ശബ്ദമുയർത്തുന്നത്. ഇൻസാഫ് കരോ എന്നാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. അവർക്ക് നീതി ലഭിക്കുന്നവരെ അവർ ഇവിടെ നിന്ന് വിട്ടുപോകില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം കൂടുന്നത് മരണമടഞ്ഞ ശത്രുഘ്ൻ മുഖ്യയുടെ മകനാണ്. അച്ഛൻ 26 വർഷമായി കമ്പനിയിൽ. ഒരു മര്യാദ റെസ്പോണ്ടില്ല. 2 ദിവസം വരണമായിട്ട് ആദ്യ ദിവസം വന്നില്ല, വരാന്ന് പറഞ്ഞ് വന്നില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ശാശിന് അനിയൻ വന്ന് പുള്ളി ഡ്രോപ്പ് ചെയ്യാൻ പോയി. എന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്ക് വരെ ആക്കി. എന്നിട്ട് പക്ഷേ കാണാൻ കയറിയില്ല, തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇന്ന് വന്നായിരുന്നു. മോന വന്നത്, ഇപ്പോൾ ഓണറല്ല, ഓണറുടെ മോന വന്നത്. മോന വന്നിട്ട് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു ആദ്യം. അപ്പോൾ പിന്നെ മീഡിയക്കാരൻ വന്നപ്പോൾ ആ 10 ലക്ഷം ആക്കി. അത് കഴിഞ്ഞ് വേറെ തീരുമാനമുണ്ട്. ഒരു മര്യാദക്ക് തീരുമാനമില്ല. എനിക്ക് ഒരു അനിയത്തിയുണ്ട്, ഒരു അനിയനുണ്ട്. ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുന്നത്, സെക്കൻഡ് ഇയർ BBA സെന്റ് പോൾസിൽ. ഞങ്ങളിപ്പോൾ ആര് നോക്കും? ഇത്രയും വലിയൊരു അപകടമുണ്ടായിട്ടും ആ കമ്പനിയിൽ ഏകദേശം 28 വർഷം ജോലി ചെയ്ത ഒരു തൊഴിലാളിയായിട്ടും ഇതുവരെ ആ ഓണർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ആനുകൂല്യങ്ങളും ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. 5 ലക്ഷം രൂപയാണ് നേരത്തെ ഇന്ന് കളക്ടറിന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തതെങ്കിലും ആ ഒരു ആനുകൂല്യം കൊണ്ടൊന്നും ആവില്ല എന്ന് മാത്രമല്ല, ഇതുകൊണ്ടൊന്നും കൂടുതൽ നടക്കില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിയും കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാലിക് ക്യാ ബോൾ രഹേ? मालिक अभी आया था तो बोला, मॉर्निंग में 10 बजे करीब में आया था. तो उसके बाद वो 5 मिनट भी नहीं रुका. वो बोला कि सब्र करो, सब कुछ हो जाएगा. ठीक है, उस समय में डेड बॉडी मेडिकल में ही था. उसके बाद जो 12-1 बजे करीब में मेडिकल से डेड बॉडी इधर आया. उसके बाद जो 2-3 बज गया. 2-3 बज के बाद जो उसके लड़के आया क्या हैंडल नहीं किया. ठीक है, वो हैंडल नहीं किया कि वो इतना में आप लोग कितना तक मांग कर, हम लोग का मांग उतना है, हमारा मांग पूरा कर दो. ठीक है, इतना ही हम पूरा नहीं होगा तब तक साइड नहीं होंगे. अब उसके बाद जो है यहाँ का आदमी, आप केरलावास जो है यहाँ पे है, वो लोग बोले कि चलो रोड पे लेके चलते हैं हम लोग, कि वहाँ पर तो कुछ कर पाएंगे. ठीक है, यहाँ पर लेके हम लोग आए, पूरा देखभाल के देखे. पूरा अभी गाड़ी भी जाम की है, लेकिन गाड़ी पास हो रहा है, जाने के लिए सब अति हो रहा है. लेकिन फिर भी अब हम लोग जाम करके क्या फायदा मिलेगा रोड पे? मेरे को जब इंसाफ ही नहीं मिलेगा सर, तो हम लोग को कैसे मिलेगा? അതായത് ഇവർ പറയുന്നത് ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്തിട്ടും, അതായത് അദ്ദേഹത്തിന് ലഭിക്കേണ്ട പരിഗണനകൾ ലഭിക്കാത്തതുകൊണ്ടും, മാത്രമല്ല ചെറിയ കുട്ടി അടക്കം ഇവർക്ക് ഉള്ളതുകൊണ്ടും, അത് ഇവർ എവിടെ പഠിക്കാൻ പോകും, അല്ലെങ്കിൽ ഇവരുടെ ഭാര്യ ഇനി ഭാവിയിൽ എന്ത് ചെയ്യുമെന്നുള്ള വലിയ ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീതിക്കായി ഇവരിവിടെ നിന്ന് ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നത് വരെ പോരാടും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എടയാറിൽ നിന്നും ക്യാമറ പേഴ്സൺ അക്ഷയിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.